എന്നും എല്ലായ്പ്പോഴും നമ്മളോടുകൂടി ഇരിക്കുന്ന ദൈവത്തിൻ്റെ തിരുനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ കാക്കനാട് പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ശനിയാഴ്ച കുർബാന കഴിഞ്ഞ് പള്ളിമുറിയിൽ ഞാൻ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു അപരിചിതനായ ഒരു മനുഷ്യനെ കാണാൻ വന്നു. ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു, അദ്ദേഹം പരിചയപ്പെടുത്തി. ഞാൻ വേണു, റിട്ടയേർഡ് ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ആദരവോടെ ഞാൻ അദ്ദേഹത്തെ ഇരുത്തി ഒരു ചായയൊക്കെ വരുത്തി കൊടുത്തു. സംസാരിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് കാര്യം ചോദിച്ചു. അച്ഛാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, ഒരു സംശയമാണ്, ബൈബിളിനെ പറ്റിയാണ്. ഞാൻ ചോദിച്ചു, പറഞ്ഞോ. അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മത്തായിയുടെ സുവിശേഷം 34-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ സമാധാനമല്ല വാൾ അത്രേ വരുത്തുവാൻ വന്നിരിക്കുന്നത്. വാൾ വരുത്താനായിട്ട് എങ്ങനെയാണ് ദൈവത്തിന് കഴിയുക? അതല്ലല്ലോ ദൈവത്തിൻ്റെ ദൗത്യമെന്ന് പറയുന്നത്. ഇച്ചിരി വിശദീകരിച്ച് തന്നെ എനിക്ക് അദ്ദേഹത്തോട് പറയേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, ഒരാൾ ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എസ്താർ ദേവിയെയോ അല്ലെങ്കിൽ വീനസിനെയോ വിഷ്ണുവിനെയോ ശിവനെയോ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി സ്വീകരിക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ അർത്ഥം. ക്രിസ്ത്യാനിയാകുക എന്ന് വെച്ചാൽ പഴയൊരു ലോകത്ത് നിന്ന് പുതിയൊരു ലോകത്തേക്ക് മാറുക എന്നാണ് അർത്ഥം. പഴയൊരു രാജ്യത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക് മാറുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എന്ന് വെച്ചാൽ പുതിയ രാജ്യം ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്തിന് അതിൻ്റേതായ രീതികളുണ്ട്, അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്, അതിൻ്റേതായ മാർഗങ്ങളുണ്ട്, അതിൻ്റേതായ മൂല്യങ്ങളുണ്ട്. അവിടെ സത്യവും നീതിയും ദൈവ സാമീപ്യവും എല്ലാമാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. സ്നേഹവും വാത്സല്യവും കരുണയും കരുതലും ആ ദൈവരാജ്യത്തിൻ്റെ വഴികളാണ്. അവിടെ ബന്ധങ്ങൾ തുല്യതയുടേതാണ്, അവിടെ അടിമത്വമില്ല, അവിടെ യജമാനനില്ല, അവിടെ കൽപ്പനകളില്ല. കാര്യം യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഭരണകർത്താക്കൾ എന്ന് വിളിക്കപ്പെടരുത്. ഈ വക ബന്ധങ്ങളൊന്നും അവിടെ ഇല്ല. എല്ലാവരും ഒന്നാണ്, എല്ലാവരും തുല്യരാണ്. സ്നേഹമാണ് അടിസ്ഥാന സ്വഭാവം. അവിടെ നീതിയും സത്യവും സമാധാനവും വിശ്വസ്തയും അന്വേഷിക്കപ്പെടുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായ പുതിയൊരു ലോകത്തിലേക്ക് മാറുന്ന ഒരനുഭവം കൂടിയാണ്. ആ അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഒരാൾ ക്രിസ്ത്യാനിയാകുന്നു എന്ന് പറയുമ്പോൾ അയാൾ മാറണം. പിന്നെ അയാൾക്ക് സ്വാർത്ഥത പാടില്ല. പിന്നെ അയാൾക്ക് കാരുണ്യവും വാത്സല്യവും വേണം. കയ്യിലുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ തയ്യാറാകണം. ജീവിതം മൊത്തം മാറുന്ന ഒരനുഭവമാണത്. ഇത് തീർച്ചയായിട്ടും പ്രതിസന്ധികളിലേക്ക് വഴിതെളിക്കും. ചിന്തിക്കുക, ഒരു ക്രൂരനായൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, എന്ത് ദുഷ്ടത കാണിച്ചും കാശുണ്ടാക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ഒരു ദിവസം ക്രിസ്ത്യാനിയായി. വരുമാനം കുത്തനെ കുറഞ്ഞു, ഭാര്യ കലഹം ഉണ്ടാക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് പോലീസാണെന്നും പറഞ്ഞിരിക്കുന്നത്? മറ്റുള്ളവരൊക്കെ എത്ര വരുമാനം ഉണ്ടാക്കുന്നത്? എന്ത് കാര്യത്തിനാ നിങ്ങൾ ക്രിസ്ത്യാനിയാകാൻ പോയത്? നമുക്കെന്താ, പഴയതുപോലെ ജീവിച്ചാൽ എന്താ കുഴപ്പം? പ്രശ്നമുണ്ടാകും. അദ്ദേഹത്തിൻ്റെ മക്കൾ ഒരുപക്ഷെ ഈ സമയത്ത് അമ്മയുടെ കൂടെ കൂടിയിരുന്നിരിക്കും. പഴയതുപോലെ ആർഭാടകൂടവും കാര്യവും നടക്കുന്നില്ല. ഉള്ള ശമ്പളം കൊണ്ട് ജീവിക്കേണ്ടി വരുന്നു. പ്രതിസന്ധി ഉണ്ടാകും. ഒരു കള്ളക്കടത്തുകാരനാണെങ്കിൽ അവൻ്റെ ഈ മാറ്റത്തിൽ പ്രതിസന്ധി ഉണ്ടാകും. അഴിമതിക്കാരൻ, ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അവൻ്റെ ഭവനത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകും. അമ്മ അപ്പനെ എതിർക്കും, മകൾ അമ്മയെ എതിർക്കും, മരുമകൾ അമ്മാവിയമ്മയെ എതിർക്കും, ഭർത്താവ് ഭാര്യയെ എതിർക്കും. പരസ്പരം എതിർപ്പിൻ്റെ ഒരു സംഭവം ഉണ്ടാകും. അതങ്ങനെ തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്.
ഞാൻ വാളത്രേ വരുത്തുവാൻ വന്നതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവിടെ കുറച്ചുകൂടി അനുയോജ്യമായ വാക്ക് ഞാൻ കലാപമത്രേ വരുത്തുവാൻ വന്നത് എന്നാണ്. യേശുക്രിസ്തു ചോദിക്കുന്ന വാക്ക് കലാപം എന്നും ആ വാക്കിന് അർത്ഥമുള്ള ഗ്രീക്ക് വാക്കിനാണ്. കാരണം ഈ ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക്, പണ്ട് കേരളത്തിൽ ക്രിസ്തു മതം എന്ന് പറഞ്ഞിട്ടില്ല, ക്രിസ്തു മാർഗം എന്നാണ്. ക്രിസ്തു മാർഗത്തിലേക്ക്, അതൊരു വഴിയാണ്, ജീവിത വഴി. ആ വഴിയിലേക്ക് വന്ന ഒരാൾക്ക് പഴയ രീതികളൊന്നും സാധിക്കില്ല. അപ്പൊ ക്രിസ്തു മാർഗത്തിൽ വരുമ്പോൾ വലിയൊരു ഭിന്നതയാണ്. ഈ ലോകത്തിന്റെ പഴയ മാർഗങ്ങളും ദൈവരാജ്യത്തിന്റെ പുതിയ ലോകം തമ്മിലൊരു ഭിന്നത. അത് കലഹമാകും. അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തു പറയുന്നത്. ഇത് പഴയ കാര്യം മാത്രമൊന്നുമില്ല ഞാൻ പറയുന്നത്. ഒരാള് ഒരു വിജാതീയ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിയാകുമ്പോൾ മാത്രമുള്ള ഒരു അനുഭവമല്ല. ഇന്ന് ഈ ലോകത്തിന്റെ എല്ലാ മാലിന്യങ്ങളിലും ജീവിക്കുന്ന ഒരാള് ദൈവവചനം കേട്ട് ക്രിസ്ത്യാനി ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ഈ പ്രതിസന്ധി ഉണ്ടാകും. സാധാരണ പോലെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ദൈവവചനം കേട്ട് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും വഴികളിലേക്കും സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും പാതയിലേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ ഭവനത്തിലും പ്രതിസന്ധികളുണ്ടാകും. പക്ഷേ യേശു ക്രിസ്തു എന്താ പറയുന്നത്? അവിടെ ഉറച്ചു നിൽക്കണം. ദൈവരാജ്യത്തിൻ്റെ വഴികൾ അങ്ങനെയാണ്. ദൈവരാജ്യത്തിൻ്റെ വഴികളിൽ ഈ സത്യത്തിനോ നീതിക്കോ സമാധാനത്തിനോ വാത്സല്യത്തിനോ കരുണയ്ക്കോ കരുതലിനോ പങ്കുവെക്കലിനോ ഒരു വിട്ടുവീഴ്ചയുമില്ല. അടിസ്ഥാന കാര്യങ്ങളിൽ, ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, രണ്ട് തരത്തിൽ പരിഭാഷപ്പെടുത്താം. ഒന്നിൽ പറയാം ഞാൻ വാളത്രേ വരുത്തുവാൻ വന്നത്, അല്ലെങ്കിൽ പറയാം ഞാൻ കലാപം അത്രേ വരുത്തുവാൻ വന്നത്. ആ കലാപത്തെ ഭയപ്പെടരുത്. ദൈവരാജ്യത്തിൻ്റെ വഴികൾ ഇത്തരം പലതും കാണും. നമ്മൾ ദൈവരാജ്യത്തിലാണോ എന്ന് അന്വേഷിക്കാൻ, ദൈവരാജ്യത്തിലാണോ എന്ന് ചിന്തിക്കാൻ, ഈ ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളിൽ എത്ര എണ്ണം നമ്മുടെ പ്രമാണമാണ് എന്ന് ചിന്തിച്ചാൽ മതി. യേശു പറഞ്ഞത് വിശ്വസിക്കുക. ദൈവരാജ്യത്തിൻ്റെ വഴികൾ കലാപമുണ്ടാകും. പക്ഷേ പിന്തിരിഞ്ഞു പോകരുത്. സത്യത്തിൻ്റെ, നീതിയുടെ, സമാധാനത്തിൻ്റെ, കരുതലിൻ്റെ, പങ്കുവെക്കലിൻ്റെ വഴികളിൽ, ദൈവരാജ്യത്തിൻ്റെ വഴിയിൽ കൂടെ നമുക്ക് നടക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോകളാണ് എൻ്റേത്. ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.